ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വെൽഡിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുകയാണ്. ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലെഗ് കത്തിയിട്ട് ഇപ്പം ബോർഡ് ബേണായിട്ട് വന്ന് ഞാൻ ഇതിൻ്റെ കമ്പോണൻസുകളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അതേ സെയിം സെറ്റ് തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. കംപ്ലൈൻറ്റ് ഇതിപ്പം ഫുൾ ഡെഡ് കണ്ടീഷനിലാണ്. അപ്പം നമുക്കിത് എങ്ങനെ സർവീസ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പാർട്സൊക്കെ ഞാൻ നേരത്തെ പഴയ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പാർട്സൊക്കെ അന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ ബോർഡിൽ ഇത് തൊട്ട് കാണിക്കുന്ന നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്, ടൊറോഡിയൽ ട്രാൻസ്ഫോമറാണ്. അപ്പം ഇത് നമ്മുടെ മെയിൻ സ്വിച്ചിങ് കൺട്രോൾ ബോർഡാണ്. ഇതിൽ നിന്നാണ് നമ്മുടെ ആംബിയറും വോൾട്ടേജും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഫുള്ള് ഇപ്പം ഡെഡ് കണ്ടീഷനിലാണ്. നമുക്ക് എന്തൊക്കെ മാറ്റി എന്തൊക്കെ തകരാറുണ്ട് അതെല്ലാം നമുക്ക് നോക്കി എങ്ങനെ പരിഹരിച്ചെടുക്കാമെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് കംപ്ലൈൻറ്റ് വരുന്ന IGBTകളൊക്കെ ഷോർട്ട് ആവുക, അതേപോലെ ഈ കൺട്രോൾ ബോർഡ് പോകുന്ന കേസുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ആക്സിലറി പവർ സപ്ലൈയുടെ IC പോകാറുണ്ട്. അങ്ങനെ പല കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഡെഡ് കണ്ടീഷനിൽ വന്നേക്കാണ്. അപ്പം നമുക്ക് ആദ്യം മുതൽ എല്ലാം ചെക്ക് ചെയ്ത് എന്തൊക്കെയാണ് ഫാൾട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മെയിൻ കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മാറിയ പാർട്സ് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മാറിയ പാർട്സുകൾ എല്ലാം ഞാൻ കാണിക്കാം. എന്നിട്ട് റെഡി ആയതിനു ശേഷം ചെക്ക് ചെയ്തും കാണിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ ഇതിൻ്റെ കൺട്രോൾ ബോർഡ് റീപ്ലേസ് ചെയ്ത് സോൾഡർ ചെയ്ത് പുതിയ ബോർഡിലേക്ക് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ബോർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം കൺട്രോൾ ബോർഡിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ലായിരുന്നു. IGBT ഡ്രൈവ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കൺട്രോൾ ബോർഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് കൺട്രോൾ ബോർഡ് അഴിച്ചിട്ട് സർവീസ് ചെയ്തെടുക്കാനും അതിൻ്റെ പാർട്സ് കിട്ടാനും ബുദ്ധിമുട്ടായതുകൊണ്ട് പുതിയ കൺട്രോൾ ബോർഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. പഴയ കൺട്രോൾ ബോർഡിൽ നിന്ന് ഇളക്കിയതിന് ശേഷം പുതിയ കൺട്രോൾ ബോർഡ് നമ്മൾ ബോർഡിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ മാറ്റിയത് കൺട്രോൾ ബോർഡാണ്. അതിനുശേഷം ഇതിനകത്ത് എല്ലാ IGBTകളും അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് IGBT ഓരോന്നായിട്ട് ഇതിനകത്ത് 2 IGBT ഡാമേജാണ്. അത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം IGBTകളും മാറി നമുക്ക് വെൽഡിംഗ് മെഷീൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ കൺട്രോൾ ബോർഡ് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ കൺട്രോൾ ബോർഡ് കാർഡ് നമ്മൾ നമ്മുടെ വെൽഡിംഗ് മെഷീൻ്റെ ബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഈ ഞാൻ തൊട്ട് കാണിച്ച വയറാണ് നമ്മുടെ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. അതൊരു ട്രാൻസ്ഫോമർ വന്നിട്ട് ആ ട്രാൻസ്ഫോമറാണ് നമ്മുടെ ഔട്ട്പുട്ട് IGBTകൾ ഡ്രൈവ് സിഗ്നൽ കൊടുക്കുന്നത്. അപ്പം ഞാൻ 4 IGBTയാണ് ഇതിനകത്ത് സ്വിച്ചിങ്ങിന് വരുന്നത്. 4 IGBTയും ഇളക്കിയെടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് വയറാണ് നമ്മുടെ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട്. അത് ഒരു ചെറിയ ട്രാൻസ്ഫോമറിൽ കൊടുത്തിട്ട് നമ്മൾ IGBT ഡ്രൈവ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഞാൻ പഴയ കൺട്രോൾ ബോർഡായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ ബോർഡിൽ നിന്ന് ഇളക്കിയെടുത്തതാണ് പഴയ കൺട്രോൾ ബോർഡ്. അതേപോലെ 4 IGBTകൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 എണ്ണം ഷോർട്ടായിരുന്നു. 40N60 എന്ന നമ്പറാണ് IGBT നമ്പർ, 40N60. അപ്പം ഞാൻ ബാക്കി IGBTകളൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഡാമേജ് ആയത് മാറ്റിയതിന് ശേഷം വേറെ 2 എണ്ണം റീപ്ലേസ് ചെയ്യണം. അപ്പം
ബോഡിയിൽ നിന്ന് ഇളകിയ 4 IGBTയും എടുത്തിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഈ IGBT നോർമലാണ്, ഓക്കെയാണ്. ഇത് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ഡാമേജാണ്. അത് മാറ്റി ഇനി നമുക്ക് അടുത്തതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതും ഷോർട്ടാണ്, അപ്പം അതും നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല. അത് രണ്ടും മാറ്റി ഇനി നമുക്ക് അടുത്ത IGBTയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അത് നോർമൽ റീഡിംഗ് ആണ് കാണിച്ചത്. ഞാൻ നേരത്തെ ചെക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ചെക്ക് ചെയ്തതേ ഉള്ളൂ. അപ്പം 2 IGBT നമ്മൾ മാറ്റി, അതിന് പകരം 2 IGBT നമുക്ക് പുതിയത് എടുക്കണം. പുതിയതെൻ്റെ പഴയ 2 IGBT എൻ്റെ പഴയത് കിടപ്പുണ്ടായിരുന്നു, സെയിം നമ്പർ. അപ്പം അത് കംപ്ലൈൻ്റ് ഇല്ലാത്തതാണ്. അതപ്പം ഞാൻ ഈ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് നമുക്ക് അതിൻ്റെ ഹീറ്റ് സിങ്ക് ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ കൺട്രോൾ ബോർഡ് ആദ്യമേ ഞാൻ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് IGBT ബോർഡിൽ സോൾഡർ ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ ഹീറ്റ് സിങ്ക് പേസ്റ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കണം. നമുക്കിനി ആ പണിയിലേക്ക് പോകാം. നമ്മളിപ്പം ടെസ്റ്റ് ചെയ്ത് വെച്ച IGBT നമ്മൾ ബോർഡിലേക്ക് ഉറപ്പിക്കുകയാണ്. ബോർഡിൽ 4 IGBTയും വെച്ചതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനുള്ള വർക്ക് നടക്കുകയാണ്. IGBTകൾ പ്രോപ്പറായിട്ട് ഓരോ കാലിലും ഓരോന്നും നമ്മൾ പ്രോപ്പറായിട്ട് വെച്ച് സോൾഡർ ചെയ്യണം. അപ്പം ഇത് ഒരു 2 സൈഡ് PCB ആണ്, 2 സൈഡും പ്രിൻ്റ് വരുന്ന PCB ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പ്രിൻ്റ് മാക്സിമം ഡാമേജ് ആവാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഹോളിൽ കൂടെ അതിൻ്റെ ലെഗുകളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ സോൾഡർ ചെയ്ത് IGBT ഫിക്സ് ചെയ്യാം. നാല് IGBTകളാണ് നമ്മുടെ 200 ആംപിയർ വെൽഡിംഗ് മെഷീൻ വരുന്നത്. പോസിറ്റീവ് സ്വിച്ച് ചെയ്യാനും നെഗറ്റീവ് സ്വിച്ച് ചെയ്യാനും 2 എണ്ണം വെച്ചാണ് വരുന്നത്. 2 എണ്ണം. വീഡിയോ ലെങ്ത് ആവുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് അഴിച്ചതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മൾ റിപ്പയർ ചെയ്ത് ഡാമേജായ പാർട്സ് മാറ്റുന്നത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഇതിൽ നമുക്ക് 2 IGBTകളാണ് ഡാമേജായിട്ട് കിട്ടിയത്. അതേപോലെ തന്നെ അതിൻ്റെ കൺട്രോൾ ബോർഡ് മാറിയിട്ടുണ്ട്. കൺട്രോൾ ബോർഡ് എനിക്ക് കിട്ടിയത് ഇത് നമുക്ക് മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ല. ഒരു യൂട്യൂബ് ചാനൽ വഴി തന്നെ ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. IGBT 4 സോൾഡർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ ഹീറ്റ് സിങ്ക് നല്ലോണം പേസ്റ്റ് പറ്റിയിട്ടാണ് ഇത് ഉറപ്പിക്കുന്നത്. 2 ഹീറ്റ് സിങ്കാണ് വരുന്നത്. 2 എണ്ണം വെച്ച് സെപ്പറേറ്റ് 2 ഹീറ്റ് സിങ്കുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് വെച്ച് എൻ്റെ സ്ക്രൂകൾ ബോർഡിലേക്ക് 2 സ്ക്രൂ വരുന്നുണ്ട്. അതേപോലെ തന്നെ IGBT ഉറപ്പിക്കാൻ ഒരു സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഉറപ്പിക്കണം. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ചു. അതിനുശേഷം ബോർഡ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ്റെ ക്യാബിനിൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഫൈനലായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം ഇതാണിപ്പം നമ്മുടെ ഫൈനലായിട്ടുള്ള അവസ്ഥ. ഇപ്പം ബോർഡ് ഞാൻ ക്യാബിനിൽ ഉറപ്പിച്ചേക്കാണ്.
നമ്മുടെ കണക്ഷനുകളെല്ലാം കൊടുത്തു. എല്ലാം പ്രോപ്പറായിട്ട് കണക്ഷനെല്ലാം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നേരത്തെ ഇത് ഫുള്ള് ഡെഡ് കണ്ടീഷനിലാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെൽഡിംഗ് മെഷീൻ്റെ പവർ സ്വിച്ച് ഓൺ ആക്കുകയാണ്. നമ്മുടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സെറ്റ് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. വെൽഡിംഗ് മെഷീൻ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ മാറ്റിയ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഡാമേജായ പാർട്സുകളാണ്. ഇത് നമ്മുടെ കൺട്രോൾ കാർഡാണ്. കൺട്രോൾ കാർഡ് വെൽഡിംഗ് മെഷീൻ്റെ കൺട്രോൾ കാർഡായിരുന്നു. അതേപോലെ തന്നെ 2 IGBT 40N60 നമ്പർ, അത് 2 റീപ്ലേസ് ചെയ്തു. ഇത്രയും പാർട്സാണ് നമ്മൾ ഈ വെൽഡിംഗ് മെഷീൻ നന്നാക്കാനായി മാറിയത്. അപ്പം നമ്മുടെ വെൽഡിംഗ് മെഷീൻ പ്രോപ്പറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.